സൂർദാസ്. സൂർദാസൻ ഡൽഹി രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹം ശ്രീകൃഷ്ണ ഭജനം ചെയ്തുകൊണ്ട് തൻ്റെ കർമ്മങ്ങളെയും നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സൽഗുണങ്ങളെ കണ്ട് രാജാവ് പ്രീതനായിട്ട് കുറേ രാജ്യത്തിൻ്റെ അധികാരം കൊടുത്തു. അതിൽ രാജാവിന് കൊടുക്കാനുള്ള ധനം കൊടുത്ത് ശേഷമുള്ളതുകൊണ്ടെല്ലാം അദ്ദേഹം സാധുക്കൾക്കും മറ്റും ദാനം ചെയ്യുകയും ശ്രീകൃഷ്ണസ്വാമിയെ നിത്യോത്സവമായി പൂജിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ സൂരദാസൻ തൻ്റെ രാജ്യത്തിൽ വളരെ നല്ലതായ ശർക്കര ഉണ്ടാക്കിയത് കണ്ടിട്ട് ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കി ശ്രീ ജഗന്നാഥസ്വാമിക്ക് നിവേദിക്കണം എന്ന് വിചാരിച്ച് ആ ശർക്കരയെ അപ്പോൾ തന്നെ വണ്ടിയിൽ കയറ്റി ജഗന്നാഥപുരിയിലുള്ള തൻ്റെ ഗുരുവിന് അയച്ചു. ആ വണ്ടി സന്ധ്യാസമയത്താണ് ഗുരുവിൻ്റെ ഭവനത്തിലെത്തിയത്. ഗുരു അത് കണ്ട് ശിഷ്യനോട് പറഞ്ഞു, "ആ ശർക്കര എടുത്തു വയ്ക്കുക. ഇപ്പോൾ രാത്രിയായില്ലേ, ഇനി നാളെ രാവിലെ അപ്പം ഉണ്ടാക്കി സ്വാമിക്ക് നിവേദിക്കാം." പിന്നെ അവർ ഭക്ഷണവും മറ്റും കഴിച്ച് കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പോൾ ജഗന്നാഥസ്വാമി ശിഷ്യനോട് സ്വപ്നത്തിൽ പറഞ്ഞു, "ആ ശർക്കര കൊണ്ട് അപ്പം ഉണ്ടാക്കി എനിക്ക് ഇപ്പോൾ തന്നെ നിവേദിക്കുക." ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടും ശിഷ്യൻ പിന്നെയും കിടന്നുറങ്ങി. അപ്പോൾ ഗുരുവിനോട് സ്വപ്നത്തിൽ, "സൂരദാസൻ എൻ്റെ അതിപ്രിയനാണ്. അവൻ കൊടുത്തയച്ചിട്ടുള്ള ശർക്കര കൊണ്ട് അപ്പം ഉണ്ടാക്കി എനിക്ക് ഇപ്പോൾ തന്നെ തരണം. നാളെ വരെ താമസിക്കാൻ എനിക്ക് ക്ഷമയില്ല" എന്ന് പറഞ്ഞു. ഇങ്ങനെ സ്വപ്നം കണ്ട് ഗുരു എഴുന്നേറ്റ് ശിഷ്യനെ വിളിച്ച് അപ്പോൾ തന്നെ അപ്പം ഉണ്ടാക്കി വളരെ ഭക്തന്മാരെയും വിളിച്ച് അപ്പം സ്വാമിക്ക് നിവേദിച്ചു. ആ പ്രസാദമെല്ലാം ഭക്തന്മാർ എല്ലാവരും ഭക്ഷിക്കുകയും ചെയ്തു. പിന്നെ സൂരദാസൻ ഭഗവത് സ്തുതികളെ വളരെ ഉണ്ടാക്കി. അതിൽ വളരെ രസമായിരിക്കുന്ന അർത്ഥത്തോടുകൂടി ഒരു ശ്ലോകമുണ്ടാക്കി. അതെന്തെന്നാൽ, "സാധൂരു പാനഹൗ ധൃത്വാ തരിഷ്യാമി ഭവാർണവം." സജ്ജനങ്ങളായ വിഷ്ണു ഭക്തന്മാരുടെ പാദരക്ഷയെ ആശ്രയിച്ച് ഈ സംസാര സാഗരത്തെ കടക്കാവുന്നതാണ്. ഈ ശ്ലോകാർത്ഥത്തെ ചിലർ കേട്ടു. അതിലൊരു ഭക്തൻ സൂരദാസനെ പരീക്ഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നതെന്ന് അന്വേഷിച്ചറിഞ്ഞ് സൂരദാസന്റെ ഗുരുവിൻ്റെ ഗൃഹത്തിൽ ചെന്നു. അപ്പോൾ സൂരദാസൻ ഗുരുവിൻ്റെ പടിക്കൽ നിൽക്കുന്നത് കണ്ടു. ആ ഭക്തൻ സൂരദാസനോട്, "നിന്റെ ഗുരു അകത്തുണ്ടോ? എന്നാൽ ഞാൻ ഗുരുവിനെ കണ്ടിട്ട് വരട്ടെ. എൻ്റെ ചെരുപ്പുകളെ ഇവിടെ വയ്ക്കാം. അതിനെ ആരും കൊണ്ടുപോകാതെ നീ നോക്കിക്കൊണ്ടിരിക്കണം." ഇത് കേട്ട് സൂരദാസൻ, "അങ്ങനെ തന്നെ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ. ഭവാൻ സുഖമായി പോവുക" എന്ന് പറഞ്ഞു. ആ ഭക്തൻ അകത്തേക്ക് പോയി ഗുരുവിനെ കണ്ട് നമസ്കരിച്ച് സൂരദാസൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു, "അവൻ പടിക്കലുണ്ടല്ലോ" എന്ന് പറഞ്ഞു. സൂരദാസനെ വിളിച്ചപ്പോൾ സൂരദാസൻ ആ ചെരുപ്പുകളെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, "ഗുരു, ഭവൽ പ്രസാദം കൊണ്ട് എൻ്റെ മനോരഥം ഇപ്പോൾ സഫലമായി. ഞാൻ ഇതിനെ പ്രാർത്ഥിച്ചാണ് ശ്ലോകമുണ്ടാക്കിയത്. വളരെ കാലമായി ആഗ്രഹിച്ചത് ഇപ്പോൾ സാധിച്ചു." ഇത് കേട്ട് പരീക്ഷിപ്പാൻ വന്ന ഭക്തൻ വേഗം എഴുന്നേറ്റ് സൂരദാസന്റെ കാൽക്കൽ വീണ്, "ഞാൻ ഭവാനെ പരീക്ഷിപ്പിക്കാൻ വന്നത് ക്ഷമിക്കണം. ഭവാൻ ഇത്ര മനോവൈശിഷ്ട്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല" എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. പിന്നെ ഒരിക്കൽ സൂരദാസൻ രാജാവിന് കൊടുക്കാനുള്ള പണം മുഴുവനും ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ആ രാജ്യത്ത് വളരെ ദുർഭിക്ഷമുണ്ടായതിനാൽ ദരിദ്രന്മാർക്കും മറ്റും ആ ധനമെല്ലാം ദാനം ചെയ്തു. രാജാവ് ധനത്തിന് ആളെ അയച്ചപ്പോൾ, "രാജാവിന് കൊടുക്കാനുള്ള ധനമെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതെല്ലാം ദുർഭിക്ഷം കൊണ്ട് സാധുക്കൾ തിന്നു തീർന്നു. അവരെല്ലാം രാജഭയം കൊണ്ട് ഓടിപ്പോയി. ഞാനും രാജഭയം കൊണ്ട് രാജാവിൻ്റെ മുമ്പിലേക്ക് വരുന്നില്ല. എൻ്റെ മുദ്രയും മറ്റും ഇതാ" എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ കൊടുത്തയച്ചു. അവർ രാജസന്നിധിയിൽ കൊണ്ടുപോയി കൊടുത്ത് വൃത്താന്തമെല്ലാം പറഞ്ഞു. അത് കേട്ട് രാജാവ് സൂരദാസനെ പിടിച്ചുകൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഉടനെ ദൂതന്മാർ സൂരദാസനെ പിടിച്ചുകൊണ്ടുപോയി. രാജാവ് ഉടനെ അവനെ കാരാഗൃഹത്തിലിടുവാൻ കൽപ്പിച്ചു. സൂരദാസൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഹരിയെക്കുറിച്ച് അനവധി സ്തുതികൾ ഉണ്ടാക്കി പാടിക്കൊണ്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി രാജാവിന് സ്വപ്നമുണ്ടായി. "നീ തടവറയിലിട്ടിരിക്കുന്ന സൂരദാസൻ എൻ്റെ പ്രിയ ഭക്തനാണ്. അവനെ നീ തടവറയിൽ നിന്ന് വിടണം. വിട്ടില്ലെങ്കിൽ നിനക്ക് വലിയ ആപത്തുണ്ടാവും." ഇങ്ങനെ സ്വപ്നം കണ്ട് രാജാവ് ഭയപ്പെട്ട് വേഗം സൂരദാസനെ തടവിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുവാൻ പറഞ്ഞു. സൂരദാസനെ സമാധാനപ്പെടുത്തി വളരെ ധനവും കൊടുത്തു. പിന്നെ സൂരദാസൻ അതെല്ലാം വാങ്ങിക്കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോയി. അവിടെ താമസിച്ച് അത്യത്ഭുതമായ കൃഷ്ണഗീതികൾ ഉണ്ടാക്കി പാടിക്കൊണ്ട് ഭവാനെ സേവിച്ചുകൊണ്ടിരുന്നു. സൂരദാസന്റെ ഗാനത്തെ കേട്ട് സകല ജനങ്ങളും എന്ന് വേണ്ട പശു പക്ഷി മൃഗാദികൾ കൂടി ആനന്ദമഗ്നരായി ഭവിച്ചു. സൂരദാസന്റെ ഗാനവും ഭക്തിയും വൃന്ദാവനത്തിൽ ഇപ്പോഴും പ്രസിദ്ധമാണ്.
മനുഷ്യർക്ക് ഏത് വിധത്തിലും ഭക്തി സുഖകരമായിട്ടുള്ളത് തന്നെ. സൂരദാസൻ ഇങ്ങനെ ആജീവനാന്തം വൃന്ദാവനത്തിൽ തന്നെ ജീവിച്ച് അന്ത്യത്തിൽ ശ്രീ വൈകുണ്ഠത്തെയും പ്രാപിച്ചു.